ഒരു ലോഡും കൂടി ആശാരിച്ചക്കൻ്റെ കയറിയിട്ട് കേട്ടോ 3 സ്ഥലത്തേക്കാണ്. ഇത് പൊള്ളാച്ചി, ഈറോഡ്, പല്ലടം കേട്ടോ. 3 സ്ഥലത്തേക്കും കൂടി പ്ലാൻ ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ പ്ലാനിങ്ങൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. എന്ത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ആദ്യമൊക്കെ ഞാൻ എല്ലാവരെയും രാവിലെ ലോഡ് കയറ്റിയിട്ട് 2 ആളിനെ കൂട്ടിയിട്ട് പോയിട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തി നമുക്ക് പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും അടിമകളിനെ പോലെ നമ്മൾ പണിയെടുക്കും. ഞാൻ ഉൾപ്പെടെ കേട്ടോ. ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നു എന്നുള്ള തോന്നൽ വേണ്ട, ഞാൻ ഉൾപ്പെടെ. അവനവൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പം പണിയെടുക്കുമ്പോൾ അവൻ നമ്മുടെ വരവും പോക്കൊക്കെ കൂടി കാണുമ്പോൾ ഇവർ വിചാരിക്കും ഇവൻ ഭയങ്കര സെറ്റപ്പാണ്, ഇവൻ എന്ത് ചെയ്താലും ലാഭമാണെന്നുള്ളത്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആർക്കും ചിന്തയുണ്ടാവില്ല. അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യം, നമ്മൾ പാതി ദൈവം പാതി, നമ്മുടെ പാതി എന്തായാലും നമ്മൾ ചെയ്തിരിക്കും, ബാക്കിയൊക്കെ വരുന്നിടത്ത് അയച്ച്. അപ്പോൾ ഈ ബോറടിക്കാണ്ടിരിക്കാൻ നമ്മൾ പോകുന്നതൊക്കെ നല്ല യാത്രകളും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോവും. അതേപോലെ തന്നെ എൻ്റെ കൂടെ വരുന്ന പിള്ളേർക്കും അതേപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതന്നെ. അത് കഴിഞ്ഞിട്ടുള്ള ലാഭമൊക്കെ മതി എന്നുള്ളത് കാഴ്ചപ്പാട്. നഷ്ടം വരാതിരുന്നാൽ മതി. ഇതാ ഈ സൈറ്റിൽ ഞാൻ എല്ലാ സൈറ്റിലും 6-7 പേരിന് നിർത്തിയാണ്. ഈ 2025 പകുതിയോടുകൂടി ഭയങ്കര പ്ലാനിങ് ആയിട്ട് 2-3 പേരിന് നിർത്തിയിട്ട് മാക്സിമം 10-45 ഷീറ്റ് കയറിയിട്ടുണ്ട്. ട്രോജൻ ആയിരുന്നു. ഇപ്പോൾ ഷട്ടറിന് ഞാൻ ട്രോജൻ എടുത്തിട്ടില്ല. 0.75 ഡെൻസിറ്റി തോംസൺ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർ രാത്രി എത്ര മണി വരെ വേണമെങ്കിൽ 7-8-7 അല്ലെങ്കിൽ 8-8 അവർ കറക്റ്റായിട്ട് 1.5 പണി എടുക്കും, ചിലപ്പോൾ 2 പണി എടുക്കും. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഒരുമിച്ചുണ്ടാക്കി, കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ലോഡൊക്കെ വന്ന ലോഡ്, അതായത് ഷട്ടർ, ബാക്കി കാർ കേസൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷട്ടർ എഡ്ജ് ബാൻഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണം. അത് ഇറക്കി ഒരാളുടെ അടുത്ത് രാവിലെ നേരത്തെ റെഡിയാണ്. ഇവിടെ തന്നെ കിടന്നു, ഈ പൊള്ളാച്ചി സൈറ്റിൽ തന്നെ ഞാൻ കിടന്നിട്ട് രാവിലെ ഈ റോഡ് പോകണം, അല്ലെങ്കിൽ പല്ലടം പോകണം. 2 സൈറ്റിലേക്ക് ഇറക്കണം. അപ്പോൾ രാവിലെ 5 മണിക്ക് എണിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഒരാളിനെ കൂട്ടിയിട്ട് നമ്മൾ വണ്ടി എടുത്ത് വിട്ടു കേട്ടോ. രാത്രി യാത്ര ഭയങ്കര രസമാണ്. പകൽ റീച്ച് ആവണേക്കാളും കൂടുതൽ ദൂരം റീച്ച് ആവുകയും ചെയ്യുക. നല്ല രസമാണ് ഡ്രൈവിങ്, നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചായ കുടിച്ചിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ വണ്ടി ഇത് അത്ര സിമ്പിളായിട്ടൊന്നും കാണട്ടോ, ഭയങ്കര റിസ്ക് തന്നെയാണ്. കാരണം ഈ വണ്ടി അത്ര പുള്ളിങ്ങും പിക്കപ്പൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു എഞ്ചിനുള്ളൊരു വണ്ടിയാണ്, 2 സിലിണ്ടർ. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 65-70 കിലോമീറ്റർ സ്പീഡിലേ പോവുള്ളൂ. പെട്ടെന്നുള്ള സഡൻ പിക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പോണ വഴിക്ക് പിന്നെ ചിലവ് ഡീസൽ മാത്രമല്ല, നമ്മുടെ ഹൈവേ റോബറി ഉണ്ടാവുള്ളൂ, എല്ലാ സ്ഥലത്തും ടോൾ ഉണ്ടാവും, അതും കൊടുക്കണം. അപ്പോൾ ഓരോ സൈറ്റിലേക്കും ഓരോ പ്ലാനിങ്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു സൈറ്റിൽ പോകണമെങ്കിൽ ആ സൈറ്റിലേക്ക് ഒരാഴ്ചയ്ക്ക് പണിയെടുക്കേണ്ട എന്തൊക്കെ ഐറ്റം ഒന്ന് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ട്, വലിയ പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ, അങ്ങനെ സിസ്റ്റമാറ്റിക്കുള്ള പ്ലാനിങ് ഇല്ല. പക്ഷെ അവിടേക്കുള്ള സാധനങ്ങൾ ഞാൻ തന്നെ കൊണ്ടുപോകും. എന്തായാലും ഞാൻ കാറിൽ പോകണം അല്ലെങ്കിൽ ബൈക്കിൽ പോകണം. അപ്പോൾ 2 ചിലവ് നോക്കുമ്പോൾ കാറിൽ പോകണതിനേക്കാളും നല്ല ടെമ്പോയിൽ പോയി കഴിഞ്ഞാൽ ലോഡ് ഇറങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ പല്ലണ സൈറ്റ്. ഇത് കൂടുതൽ ഡീറ്റെയിൽ പറയട്ടെ. എല്ലാം കട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എല്ലാ സൈസ് വെച്ച് ഡോറൊക്കെ പ്രസ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഹാർഡ്വെയർ അടക്കം അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റോഡിലും സാധനം ഇറക്കിയിട്ട് ഞാൻ നേരെ പോകുന്നത് കൊച്ചിക്കണ്ട. ഈ വണ്ടിയിലല്ല, ഇത് വീട്ടിൽ വെച്ചിട്ട് വേറെ വണ്ടി എടുത്തിട്ട് പോകണം.